ഹരി ഓം. ഈ അധ്യായത്തിലെ തന്നെ ഒരു പ്രധാന ശ്ലോകത്തോടെ ആരംഭിക്കാം. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. സർവവ്യാപിയായ ആകാശം എപ്രകാരം മലിനപ്പെടാതിരിക്കുന്നുവോ അപ്രകാരം തന്നെ ദേഹത്തിൽ സർവത്ര വ്യാപ്തനായിരിക്കുന്ന ആത്മാവും മലിനപ്പെടുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം. 18 അധ്യായങ്ങളടങ്ങിയ ഭഗവത്ഗീതയെ തത്വമസി മഹാവാക്യത്തിൻ്റെ വിവരണമായി കാണുന്ന പണ്ഡിതന്മാർ 6 അധ്യായങ്ങൾ വീതമുള്ള 3 ഖണ്ഡങ്ങളാക്കി അതിനെ വിഭജിച്ചിരിക്കുന്നു. തത്വമസി മഹാവാക്യത്തിലെ തത്പദം പരമാത്മാവിനെയും ത്വംപദം ജീവാത്മാവിനെയും അസീപദം അവയുടെ ഐക്യഭാവത്തെയും കുറിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങൾ അഥവാ പ്രഥമ ഷഡ്കം ത്വംപദാർത്ഥമായ ജീവാത്മാവിനെയും തുടർന്നുള്ള 6 അധ്യായങ്ങൾ അഥവാ ദ്വിതീയ ഷഡ്കം തത്പദാർത്ഥമായ പരമാത്മാവിനെയും വിവരിക്കുന്നു. അവസാനത്തെ 6 അധ്യായങ്ങൾ അതായത് തൃതീയ ഷഡ്കം അസീപദത്തിൻ്റെ വ്യാഖ്യാനമത്രേ. തത്പദത്തിൻ്റെയും ത്വംപദത്തിൻ്റെയും അതായത് പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ഐക്യത്തെ വെളിപ്പെടുത്തുന്ന അസീപദത്തിൻ്റെ വ്യാഖ്യാനമാണ് തൃതീയ ഷഡ്കത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയാം. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഭഗവാനെ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റിയെല്ലാം ഞാൻ അറിയാനായി ആഗ്രഹിക്കുന്നു. ഭഗവാൻ പറയുന്നു, അർജുന, ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു. ഇതിനെ ആരറിയുന്നുവോ അവനെ ക്ഷേത്രജ്ഞൻ എന്ന് അതറിയുന്നവർ പറയുന്നു. ഈ ജഡശരീരമത്രേ ക്ഷേത്രം, ജീവചൈതന്യം ക്ഷേത്രജ്ഞനും. ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞൻ എന്നുമുള്ള വിശകലനത്തിന് ആരംഭിച്ച് ക്ഷേത്രജ്ഞൻ മാത്രമാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തി തരുന്നതുകൊണ്ട് ഈ അധ്യായത്തിന് ക്ഷേത്രജ്ഞയോഗമെന്ന് പേർ. ഭഗവാൻ പറയുന്നു, ഈ ക്ഷേത്രം, അത് ശരീരം എന്താണ്, എങ്ങനെയുള്ളതാണ്, എന്തെല്ലാം വികാരങ്ങളോട് കൂടിയതാണ്, ഏതിൽ നിന്നുണ്ടായതാണ്, ക്ഷേത്രജ്ഞൻ ആരാണ്, എന്തെല്ലാം പ്രഭാവമുള്ളവനാണ്, അതെല്ലാം ചുരുക്കമായി എന്നിൽ നിന്നും കേട്ടുകൊള്ളുക. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ ഏതക്ഷേത്രം സമാസേന സവികാരമുദാകൃതം. പഞ്ചമഹാഭൂതങ്ങൾ അഹങ്കാരം, മഹത്തത്വം, മൂലപ്രകൃതി, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇന്ദ്രിയ വിഷയങ്ങൾ എന്നിവയടങ്ങിയ ഈ ക്ഷേത്രത്തെ ആഗ്രഹം, വിരോധം, സുഖം, ദേഹം, ചേതന, ധൈര്യം ഇങ്ങനെ വികാരങ്ങളോടുകൂടി ചുരുക്കമായി പറയപ്പെട്ടു. ഇതാണ് പഞ്ചമഹാഭൂതങ്ങൾ: ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ബുദ്ധി എന്ന അന്ധകരണം, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളായ 5 ഇന്ദ്രിയ വിഷയങ്ങൾ. അവ്യക്തം എന്നാൽ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയായ മൂലപ്രകൃതി അഥവാ മായ. ഇവയും അഹങ്കാരതത്വവും ഉൾപ്പെടെ 24 ഘടകങ്ങൾ ചേർന്നതാണ്
ക്ഷേത്രം അഥവാ ശരീരം. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം. സംഘാതം എന്നാൽ ദേഹേന്ദ്രിയങ്ങളെ ഒത്തൊരുമിപ്പിച്ച് നിർത്തുന്ന ശക്തി. പ്രാണശക്തി അഥവാ ചൈതന്യാഭാസം. ധൃതി അഥവാ ദേഹേന്ദ്രിയങ്ങളെ ബലപ്പെടുത്തുന്ന വികാരം. ഇവയെല്ലാം ക്ഷേത്രത്തിൻ്റെ വികാരങ്ങളാകുന്നു. ഇച്ഛ, ദ്വേഷം മുതലായവയെ പറഞ്ഞതുകൊണ്ട് അന്ധക്കരണ ധർമ്മങ്ങളെ മുഴുവൻ ഗ്രഹിക്കേണ്ടതാണെന്ന് ശങ്കരാചാര്യർ എടുത്തു പറയുന്നു. അടുത്തതായി ജ്ഞാനം എന്താണെന്ന് പറയുന്നു. താൻ കേമനാണെന്ന ഭാവം ഇല്ലാതിരിക്കൽ, ഗർവമില്ലായ്മ, അഹിംസ, ക്ഷമ, വക്രബുദ്ധിയില്ലായ്മ, ഗുരുശുശ്രൂഷണം, ബാഹ്യാഭ്യന്തര ശുദ്ധി, സ്ഥിരത, ആത്മനിയന്ത്രണം, ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി, അഹങ്കാരമില്ലായ്മ, ജനനം, മരണം, വാർദ്ധക്യം, രോഗം തുടങ്ങിയവ ദുഃഖരൂപമായ ദോഷമാണെന്നറിയൽ, ആസക്തിയില്ലായ്മ, പുത്രൻ, ഭാര്യ, ഗൃഹം തുടങ്ങിയവയിൽ അഭിനിവേശമില്ലായ്മ, ഇഷ്ടം വരുമ്പോഴും അനിഷ്ടം വരുമ്പോഴും എപ്പോഴും സമചിത്തത പാലിക്കൽ, എന്നിൽ മറ്റൊന്നിലേക്ക് തിരിയാത്ത വിധം ഉറച്ച ഭക്തി, ഏകാന്തവാസം, ആധ്യാത്മജ്ഞാനത്തിൽ നിഷ്ഠ, തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം അറിയൽ, ഇതെല്ലാം ചേർത്ത് ജ്ഞാനമെന്ന് പറയപ്പെടുന്നു. ഇവയ്ക്ക് വിപരീതമായിട്ടുള്ളവയെല്ലാം അജ്ഞാനമാകുന്നു. നാമരൂപാത്മകമായ ജഗത്തിന് അതീതമാകയാൽ അജ്ഞാനികൾക്ക് പരമാത്മാവ് ദൂരസ്ഥവും സർവചരാചരങ്ങളിലും വർത്തിക്കുന്നതിനാൽ ജ്ഞാനികൾക്ക് സമീപസ്ഥവുമാണ് പരമാത്മാവ്. അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. ജ്യോതിഷാമപി തജ്ജ്യോതി തമസഃ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ജ്യോതിസ്സുകൾക്കും ജ്യോതിസായ അത് പരബ്രഹ്മം അഥവാ പരമാത്മാവ് ഇരുട്ടിനപ്പുറം എന്ന് പറയപ്പെടുന്നു. അറിവും അറിയപ്പെടേണ്ടതും അറിവുകൊണ്ട് പ്രാപിക്കേണ്ടതുമായ അത് സകലതിൻ്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഓരോന്നിൻ്റെയും ഉള്ളിൽ വർത്തിക്കുന്ന ആത്മാവ് തന്നെയാണ് സർവവ്യാപകവും അവിഭക്തവുമായ ബ്രഹ്മം എന്ന യാഥാർത്ഥ്യത്തെ സാക്ഷാത്കരിക്കുകയാണ് യഥാർത്ഥമായ ജ്ഞാനസമ്പാദനം. ആത്മസാക്ഷാത്കാരം, ബ്രഹ്മാത്മൈക്യജ്ഞാനം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തൻ ഇതിനെ അറിഞ്ഞ് പരമാത്മഭാവത്തിന് യോഗ്യനായി ഭവിക്കുന്നു. പരമാത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളായ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധേ പ്രകൃതി സംഭവാൻ. പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് സംസാരത്തിൻ്റെ ഉൽപ്പത്തി. അതിനെ നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും പ്രകൃതി പുരുഷന്മാർ തന്നെ. പ്രകൃതി പുരുഷന്മാരുടെ സംസാരലീല നടക്കുന്നത് ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാണ്. 8ാമത്തെ അധ്യായത്തിൽ ഭഗവത് വിഭൂതികളെ അപരാപ്രകൃതി എന്നും പരാപ്രകൃതി എന്നും വിശേഷിപ്പിക്കുകയുണ്ടായി. അവയുടെ സംയോഗത്തിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടാവുന്നതെന്ന് പ്രസ്താവിക്കുകയും ഉണ്ടായി. അപരാപ്രകൃതിയെ ക്ഷേത്രം അഥവാ പ്രകൃതിയെന്നും പരാപ്രകൃതിയെ ക്ഷേത്രജ്ഞൻ അഥവാ പുരുഷനെന്നും ഈ അധ്യായത്തിൽ വിളിക്കുന്നു എന്ന് മാത്രം. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ശരീരമാണ് കാര്യം. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കരണങ്ങളാണ്. ദേഹേന്ദ്രിയാദികളുടെ സൃഷ്ടിയിൽ കാരണം പ്രകൃതിയാണ്. സുഖദുഃഖാദികളായ അനുഭവങ്ങളുടെ വിഷയത്തിൽ പുരുഷൻ കാരണമെന്ന് പറയപ്പെടുന്നു. അടുത്തതായി ആത്മസാക്ഷാത്കാരത്തിനുള്ള വിവിധ ഉപായങ്ങളെപ്പറ്റി പറയുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും
വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു. ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹത കൈവരുന്നത് എപ്പോഴാണ്? യഥാ ഭൂതപൃഥഗ്ഭാവം ഏകസ്തമനുപശ്യതേ തദ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ. ഭൂതങ്ങളുടെ വെവ്വേറെയുള്ള ഭാവം ഒന്നിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും അതിൽ നിന്നു തന്നെ വിസ്താരമായതാണെന്നും എപ്പോൾ കാണുന്നുവോ അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. ശരീരസ്ഥനെങ്കിലും ആത്മാവ് കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അനാദിത്വാദ് നിർഗുണത്വാദ് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ആദിയില്ലാത്തവനും ഗുണരഹിതനുമാകയാൽ അനശ്വരനായ പരമാത്മാവ് ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും ഒന്നും ചെയ്യുന്നില്ല, വാസനാമാലിന്യം ഏൽക്കുന്നുമില്ല. ആത്മാവിൻ്റെ നിർലേപത്വം ദൃഷ്ടാന്ത സഹിതം വിവരിക്കുന്നു. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം സൂക്ഷ്മത്വം കാരണം എപ്രകാരം മാലിന്യമേൽക്കുന്നില്ലയോ അപ്രകാരം എല്ലാ ദേഹത്തിലും കുടികൊള്ളുന്ന ആത്മാവ് മാലിന്യമേൽക്കുന്നില്ല. ദേഹത്തെ വ്യാപിച്ചു നിൽക്കുന്ന ആത്മാവിനെ ദേഹധർമ്മങ്ങൾ ബാധിക്കുന്നില്ലെങ്കിൽ ദേഹത്തിൽ ആത്മാവ് എപ്രകാരം വർത്തിക്കുന്നു? ഭഗവാൻ പറയുന്നു, അർജുന, ഏകനായ സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ആത്മാവ് എല്ലാ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു. ഈ അധ്യായം ഉപസംഹരിക്കുന്നു. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഇപ്രകാരം ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള ഭേദത്തെയും ജീവരാശികൾക്ക് പ്രകൃതിബന്ധത്തിൽ നിന്നുള്ള മോക്ഷത്തെയും ജ്ഞാനചക്ഷുസ്സുകൊണ്ട് ആരറിയുന്നുവോ അവർ പരമപദം പ്രാപിക്കുന്നു. ക്ഷേത്രജ്ഞന്മാരെ വേർതിരിച്ചറിഞ്ഞ് പരമാത്മാവിനെ ദർശിക്കാൻ സമർത്ഥമായ ദിവ്യ ചക്ഷുസിനെയാണ് ഇവിടെ ജ്ഞാന ചക്ഷുസ് എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞന്മാരുടെയും അവയ്ക്ക് ആധാരമായ പരമാത്മാവിൻ്റെയും സ്വരൂപത്തെ ജ്ഞാനചക്ഷുസ്സുകൊണ്ട് കാണുന്നവനത്രേ ശരിയായ ജ്ഞാനി. ആത്മാനുസന്ധാനത്തിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള നേരായ വഴി വെട്ടിത്തുറന്നു തരുന്ന സുപ്രധാനമായ ഒരധ്യായമാണിത്. സ്വപ്നത്തിലെ ദുഃഖ അനുഭവങ്ങൾ കരുതി വരണമെങ്കിൽ ഉണരണം. ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ വിവേക വിചാരത്തിൻ്റെ ഫലമായി ക്ഷേത്രജ്ഞൻ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ പരമാത്മഭാവത്തിലേക്കുണരുമ്പോൾ സംസാരത്തിൽ നിന്ന് മുക്തനാവുന്നു. എൻ്റെ ഈ വാക്കുകളെ പൂജാമലരുകളായി പാർത്ഥസാരഥിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. അടുത്തതായി പാരായണം ശ്രദ്ധിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്രയോദശോധ്യായഃ ക്ഷേത്രജ്ഞവിഭാഗയോഗഃ. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതദ്യോ വേത്തി തം പ്രാകു ക്ഷേത്രജ്ഞ ഇതി തദ്വിദ. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മദം മമ. തത്ക്ഷേത്രം യച്ച യാദൃക്ച യദ്വികാരി യദശ്ച യദ് സ ച യോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഋഷിഭിർബഹുധാ ഗീതം
ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈ. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാ. ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ. ഏതത്ക്ഷേത്രം സമാസേന സവികാരമുദാകൃതം. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം. ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച. ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം. അസക്തിരനഭിഷ്വംഗഃ പുത്രദാരഗൃഹാദിഷു. നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. മയി ചാനനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. വിവിക്തദേശസേവിത്വം അരതിർജനസംസദി. അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം. ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യദതോന്യഥാ. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ. അനാദിമത്പരം ബ്രഹ്മ ന സതന്നാസദുച്യതേ. സർവദഃ പാണിപാദം തത് സർവദോഷിശിരോമുഖം. സർവദഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവേന്ദ്രിയഗുണാഭാസം സർവേന്ദ്രിയവിവർജിതം. അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച. സൂക്ഷ്മത്വാത്തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ജ്യോതിഷാമഭി തജ്ജ്യോതി തമസഃ പരമുച്യതേ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദഃ. മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി. വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ. പുരുഷഃ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. പുരുഷഃ പ്രകൃതിസ്ഥോ ഹി പുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വര. പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ. സർവഥാ വർത്തമാനോപി ന സ ഭൂയോപി ജായത്തെ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ. അന്യേ സാംഖ്യേന യോഗേന
कर्मयोगेन चापरे अन्ये त्वेवमजानन्दः श्रुत्वानेभ्य उपासते तेऽपि चादितरन्त्येव मृत्युं श्रुतिपरायणा यावत् सञ्जायते किञ्चित् सत्त्वं स्थावरजङ्गमं क्षेत्रक्षेत्रज्ञसंयोगात् तद्विद्धि भरतर्षभ समं सर्वेषु भूतेषु तिष्ठन्तं परमेश्वरं विनश्यल्स्वविनश्यन्तं य पश्यति स पश्यति समं पश्यन् हि सर्वत्र समवस्थितमीश्वरं न हि नस्त्यात्मनात्मानं ततो याति परां गतिं प्रकृत्यैव च कर्माणि क्रियमाणानि सर्वशः य पश्यति तथात्मानम् अकर्तारं स पश्यति यदा भूतपृथग्भावम् एकस्तमनुपश्यति तद एव च विस्तारं ब्रह्म सम्पद्यते तदा अनादित्वाद् निर्गुणत्वाद् परमात्मायमव्यय शरीरस्थोऽपि कौन्तेय न करोति न लिप्यते यथा सर्वगतं सौक्ष्म्यात् आकाशं नोपलिप्यते सर्वत्रावस्थितो देहे तथात्मानोपलिप्यते यथा प्रकाशयत्येक कृत्स्नं लोकमिमं रवि क्षेत्रं क्षेत्री तथा कृत्स्नं प्रकाशयति भारत क्षेत्रक्षेत्रज्ञयोरेवम् अन्तरं ज्ञानचक्षुषा भूतप्रकृतिमोक्षं च ये विदुर्यान्ति ते परम् ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे क्षेत्रक्षेत्रज्ञविभागयोगो नाम त्रयोदशोऽध्यायः। ॐ नमो भगवते वासुदेवाय।